തീവണ്ടിയും അവയുടെ വേഗതയുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം മറ്റുള്ള വീഡിയോകളുടെ തുടർച്ചയായി തന്നെ ചോദ്യം മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന 150 മീറ്റർ നീളമുള്ള തീവണ്ടി 450 മീറ്റർ നീളമുള്ള പാലം മറികടക്കാൻ എത്ര സെക്കൻഡുകൾ എടുക്കും എന്നാണ് ചോദ്യം. ഇവിടെ 54 കിലോമീറ്ററാണ് ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്നത്. ഒരു മണിക്കൂറിൽ 54 കിലോമീറ്റർ. ഇത് ഒരു സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കുമെന്നറിയാൻ ഇതിനെ നമുക്ക് 5/18 കൊണ്ട് നേരത്തുള്ള വീഡിയോകളിൽ വിശദീകരിച്ചു. 54-നെ നമുക്ക് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കുമെന്ന് നമുക്ക് കിട്ടും. അതായത് 18, 54 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 3 ആണ്. 3 × 5 15. അതായത് ഒരു സെക്കൻഡിൽ ഈ തീവണ്ടിയുടെ ദൂരം എന്ന് പറയുന്നത് 15 മീറ്ററാണ്. ഇനി ഈ ഒരു പാലത്തെ ഈ തീവണ്ടി മറികടക്കണമെങ്കിൽ 150 മീറ്ററാണ് തീവണ്ടിയുടെ നീളം. പാലത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 450 മീറ്ററാണ്. അതായത് പാലത്തെ പരിപൂർണമായി മറികടന്ന് പോകണമെങ്കിൽ ഇത് രണ്ടിൻ്റെയും നീളം ഈ തീവണ്ടി സഞ്ചരിക്കേണ്ടതുണ്ട്. അതായത് ടോട്ടൽ 600 മീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മാത്രമേ തീവണ്ടിക്ക് ഈ പാലത്തെ പരിപൂർണമായി മറികടന്ന് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് തീവണ്ടിയുടെ വേഗത ഇവിടെ കിട്ടിയിട്ടുണ്ട്. 15 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് 600 മീറ്ററാണ് ഇവിടെ ടോട്ടൽ ഓടേണ്ടത്. ഒരു സെക്കൻഡിൽ 15 മീറ്റർ ഈ ട്രെയിൻ സഞ്ചരിക്കുന്നു. അതായത് 600 മീറ്റർ ഓടണമെങ്കിൽ 600 / 15. ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4, അതായത് 40 സെക്കൻഡുകളാണ് ഈ ട്രെയിനിന് 150 മീറ്റർ നീളമുള്ള ട്രെയിനിന് 450 മീറ്റർ നീളമുള്ള പാലം മറികടക്കാൻ വേണ്ട സമയം.